ഹലോ കൂട്ടുകാരെ, ഇന്ന് 4-4 പോർട്ടലാണ്. അപ്പോൾ കളക്റ്റീവായിട്ടുള്ള ഒരു എനർജി അപ്ഡേറ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ ജനുവരി തൊട്ടിങ്ങോട്ട് 3 മാസമായിട്ടൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള കോസ്മിക് എനർജീസിലൂടെയാണ് സ്പിരിച്വൽ അവേക്കനിങ്ങിലുള്ളവരാണെങ്കിലും പ്രത്യേകിച്ചും ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിലും ഗോ ത്രൂ ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ 4-4 പോർട്ടൽ വന്നിട്ട് ആ ഒരു എനർജീനെ എൻറ്റയർലി ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പോർട്ടലാണ്. അതായത് ഒരു കംപ്ലീഷൻ്റെ എനർജി ഫീൽ ആവാൻ പോകുന്ന ഒരു പോർട്ടലാണ്. പലതരത്തിലുള്ള സ്പിരിച്വൽ ഗിഫ്റ്റ്സ് റിവീൽ ആവാൻ പോകുന്ന ഒരു പോർട്ടൽ, സോൾ മേർജിങ്ങിൻ്റെ പോർട്ടൽ. അപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പായിട്ട് ആദ്യം നമുക്ക് പുതിയതായിട്ട് സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വന്ന മാസീവ് അവേക്കനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി തൊട്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു മാസമായിട്ട് 1.5 മാസമായിട്ട് വന്ന ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കാം, സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വന്നവരായിരിക്കാം. ആ സോൾസിന് ഇൻറ്റൻസ് പേർജിങ് നടക്കുന്നതാണ്. എന്താണെന്ന് ഒന്നും മനസ്സിലാവാതെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ പേർജിങ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കരയാൻ തോന്നും, ആങ്സൈറ്റി ഇഷ്യൂസ്, ഡിപ്രഷൻ ഒക്കെ കാണും. അപ്പോൾ അത് ഈ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ട്രിഗേഴ്സ് കിട്ടും. മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന സൂപ്പർ പവർ, അതായത് ആ ഒരു യൂണിവേഴ്സൽ പവറിലേക്ക് വിശ്വസിക്കുക, സറണ്ടർ ചെയ്യുക. ഈ ഒരു സമയത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ജേർണിയിലേക്ക് വന്നവർക്ക് അത്രയും മെഡിറ്റേഷൻ ചെയ്ത് കാമായിട്ടിരിക്കാനൊന്നും ഉള്ള കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഫേസിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്. അപ്പോൾ വിശ്വസിക്കുന്ന ദൈവത്തെ വിളിക്കുക. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒത്തിരി അതിലേക്ക് ആങ്സൈറ്റി കൊടുത്ത് അല്ലെങ്കിൽ മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ട് ആലോചിച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കണ്ട. ഈഗോ ഷാറ്റർ ചെയ്യുന്ന ഒരു ഫേസ് തുടങ്ങിക്കഴിഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കുക. ഇത് മാത്രം മനസ്സിലാക്കി എന്തായാലും ഇത് ദൈവത്തിൻ്റെ പ്ലാനാണ്, ഡിവൈൻ്റെ പ്ലാനാണെന്നുള്ള വേയിൽ ആ ഒരു ട്രസ്റ്റിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഏതെങ്കിലും ഇമോഷൻസ്, ബോഡി പെയിൻസ് ഒക്കെ വരാൻ നിങ്ങൾക്ക് ഇമോഷൻസ് വരികയാണെങ്കിൽ അതിനെ ഡൈവേർട്ട് ചെയ്യാതെ അതിനെ ഫീൽ ആവാനായിട്ട് ശ്രമിക്കുക. ജേർണലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് എങ്കിൽ വളരെ നല്ലതാണ് ഈ ഒരു ഫേസിൽ. അപ്പോൾ ഇതൊരു ടെമ്പററി ഫേസ് ആണെന്ന് മനസ്സിലാക്കുക. കുറച്ചങ്ങോട്ട് വരുമ്പോൾ ആ ഒരു പീസിൻ്റെ എനർജിയിലേക്ക് നമ്മൾ വരും. എന്നാൽ ഈ ഒരു ഫേസ്, ഈ ഒരു ജേർണിയിൽ നമുക്ക് അങ്ങ് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇതിലൂടെ കടന്നു പോയേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു റിയാലിറ്റിയിലേക്ക് വന്നിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അടുത്തതായിട്ട് കളക്റ്റീവായിട്ട് പറയുമ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇന്നർ വർക്ക് ചെയ്യാൻ ലേസിനെസ് ഒക്കെ തോന്നിയിട്ടുള്ള സോൾസ് ആണെങ്കിൽ ശരിക്കും ഈ ഒരു ജേർണി ഉണ്ടോയെന്ന് ഒരു ഡൗട്ട് വരുന്നുണ്ടായിരിക്കാം. പലതരത്തിലുള്ള ഇഷ്യൂസ്, കൂടുതലായിട്ട് ഉറങ്ങാൻ, അതായത് ഒരു ഫേസിൽ പകലും രാത്രിയിലും കിടന്ന് ഉറങ്ങാൻ മാത്രം തോന്നിയിട്ട് അതിൻ്റെ എൻഡ് ഓഫ് ദി ഡേ ഗിൽട്ടൊക്കെ ഫീൽ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ സോൾസ് ആണെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഒക്കെ റിവീൽ ചെയ്യുന്ന ഒരു സമയമാണ്. അതായത് നമ്മളെ സ്വയം ഹീൽ ചെയ്യുക എന്നുള്ളതും നമ്മളുടെ സോൾ പർപ്പസിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ എർത്തിൽ നമ്മൾ ചെയ്യാൻ വന്നിരിക്കുന്ന സോൾ പർപ്പസിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് അവർക്ക് റിവീൽ ചെയ്യപ്പെടാം ഡിവൈൻ്റെ സൈഡിൽ നിന്നും. അതേപോലെ തന്നെ ഇന്നർ വർക്കിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ഗോ ത്രൂ ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് സത്യമാണെന്നുള്ള ഒരു റിയാലിറ്റിയിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ ഒരു പാത്തെന്ന് പറയുന്നത് ഒരു സ്പിരിച്വാലിറ്റിയിലാണ്. ഇതിനെ ഞാൻ പിന്നെയും അക്സെപ്റ്റ് ചെയ്യുന്നു. അത് മേ ബി സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നിട്ട് 6 മാസമായിട്ടുണ്ടായിരിക്കാം, 1 വർഷമായിരിക്കാം, 2 വർഷമായിരിക്കാം. ഇവിടെ ഞാൻ എത്ര വർഷമായി എന്നല്ല അവേക്കനായിട്ട് അല്ലെങ്കിൽ അവേക്കനിങ്ങിലേക്ക് വന്നിട്ട്. ഇടയ്ക്ക് നമുക്കൊരു സ്ലോ ഫേസ് വരും സ്പിരിച്വൽ ജേർണിയിലാണെങ്കിൽ. ആ ഒരു സ്ലോ ഫേസിലുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റായിട്ട് അവരുടെ കാര്യങ്ങളെ നോക്കിക്കാണാനും, പ്രത്യേകിച്ചും ഹീലിംഗ് വർക്ക്സിൻ്റെ സ്വയം ഹീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു സോൾ പർപ്പസിലേക്ക് ടാപ്പ് ഇൻ ചെയ്യുന്ന ഒരു സമയമാണ്. അതിൻ്റെ കൂടെ തന്നെ
3Dയിലുള്ള അവരുടെ ഗോൾസ് സെറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അതായത് ഇത്ര നാളും ഞാൻ ലേസി ആയിട്ട് ഇരുന്നു, കഴിഞ്ഞു, ഈ ഒരു ഫേസ് കഴിഞ്ഞു, ഇനി ഞാൻ മുമ്പോട്ട് പോകേണ്ടതാണ്, ഇനി എനിക്ക് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് മുമ്പോട്ട് പോകേണ്ടതാണെന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് വന്നിട്ട് വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങളെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ ആ ഒരു ഫാസ്റ്റ്നെസ്സിനെ പേഷ്യൻസിയുടെ കൂടെ ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് മാത്രമാണ് ഇവർ ശ്രദ്ധിക്കേണ്ടത്. എഗെയിൻ ബാലൻസ് എല്ലാം ഹീലിങ്ങിൽ കൂടുതൽ ശ്രദ്ധിക്കുക, സറണ്ടർ ചെയ്യുക. അടുത്ത കാറ്റഗറി വരുന്നത് പ്രത്യേകിച്ചും ട്വിൻ ഫ്ലെയിംസിലാണെങ്കിൽ നിങ്ങൾ വിട്ടിട്ട് പോയി എന്ന് വിചാരിച്ച കാർമിക്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ക്ലോസ് ആയി എന്ന് വിചാരിച്ച പല കാർമിക്സും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാം. ഒരു അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഇവർ മാറി അല്ലെങ്കിൽ ഞാൻ ഫോർഗീവ്നെസ് കൊടുത്തു എന്ന് വിചാരിച്ച് ബൗണ്ടറി സെറ്റ് ചെയ്യാതെ ലൈഫിലേക്ക് ഈ ഒരു സോൾസിനെ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡിവൈൻ്റെ ടെസ്റ്റാണ്, ഈ ഒരു സോൾസിനെ നമ്മൾ പിന്നെയും അലോ ചെയ്താൽ, ബൗണ്ടറി സെറ്റ് ചെയ്യാതെ അലോ ചെയ്താൽ പിന്നെയും കാർമിക് പാറ്റേൺ റിപ്പീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും നമ്മളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതൊരു ഫ്രണ്ട്ഷിപ്പ് ആവാം, ഒരു റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൽ ആരെങ്കിലും ആവാം, ഈവൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പോലും ആവാം. അങ്ങനെ ആരെങ്കിലും തിരിച്ചു വരുന്നുണ്ടെങ്കിൽ എഗെയിൻ എനർജറ്റിക്കലി ആ ഒരു എനർജീനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ട് ഒരു ബോർഡർ വെച്ചിട്ട്, അതായത് നോ പറയേണ്ടടുത്ത് നോ ആണെന്നും ഇമോഷണലി ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ ആ ഒരു റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അവരെ നിങ്ങളുടെ 3D ലൈഫിലേക്ക് അക്സെപ്റ്റ് ചെയ്യുക. അടുത്ത ഒരു കാറ്റഗറി വരുന്നത് ഇവരുടെ നന്നായിട്ട് ഇന്നർ വർക്കൊക്കെ ചെയ്ത് കുറേ കാർമിക് ലൂപ്സിൽ പാറ്റേൺസിൽ പിന്നെയും പിന്നെയും പെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഡിവൈൻ ഫെമിനൈൻസ് ആണെങ്കിൽ അവരുടെ ലൈഫിൽ നിന്ന് ആ കാർമിക്സ് ഒക്കെയും എന്താ പറയുന്നത്, വിട്ടിട്ട് പോകുന്നതാണ്. അതായത് ആ കാർമിക് അക്കൗണ്ട് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ, അത് അവിടെ ആ ഒരു കാർമിക് അക്കൗണ്ട് കഴിയുന്ന സമയത്ത് പോലും അതൊരു കുറച്ചൊന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോകുന്നതാണ്. ഇവിടെ അവെയർനെസ്സിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ കാർമിക് അക്കൗണ്ട് എന്ന് പറയുന്നത് എഗെയിൻ ഏതെങ്കിലും ക്ലോസ് ഫ്രണ്ട്സ് ആവാം, ഫ്രണ്ട്ഷിപ്സ് ആവാം, റിലേഷൻഷിപ്സ് ആവാം, നമ്മുടെ ജോലി സ്ഥലത്തെ കൊളീഗ്സ് ആവാം, ജോലിയാവാം, നമ്മുടെ എംപ്ലോയർ ആവാം, എന്തും, അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം. ദ മാക്സിമം ട്രിഗർ ഇവർ തരും, അതൊരു ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ എല്ലായ്പ്പോഴും അവെയർനെസ്സിൽ ഇരുന്നിട്ട് പേഷ്യൻസിയോടെ ആ കാര്യങ്ങളെ ഡീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്തിട്ട് വെളിയിൽ വരാനായിട്ട് പറ്റും. അടുത്ത ഒരു കാറ്റഗറി പറയാൻ പോകുന്നത് നന്നായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡിവൈൻ ഫെമിനൈൻസ്. അവരുടെ സോൾ മെർജിങ് ഫീൽ ആവുന്ന ഒരു സമയമാണ്. സോൾ മെർജിങ് എന്ന് പറഞ്ഞാൽ എഗെയിൻ കംപ്ലീഷൻ്റെ ഒരു എനർജിയിൽ വരുന്ന ഒരു സമയം, അവരവരുടെ ഹയസ്റ്റ് പൊട്ടൻഷ്യാലിറ്റിയിലേക്ക് ടാപ്പിംഗ് ചെയ്യുന്ന ഒരു സമയം. ഇതേപോലെ തന്നെ ഇവർക്ക് പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അത് എംപ്ലോയ്മെൻ്റ് ആവാം, ബിസിനസ് ആവാം, 3Dയിൽ, അതായത് 5Dയിൽ ഇതുവരെ ചെയ്ത ഒരു എനർജറ്റിക് വർക്കിൻ്റെ റിഫ്ലക്ഷൻ അവരുടെ 3D ലൈഫിലേക്ക് ഡിവൈനായിട്ട് ഗിഫ്റ്റായിട്ട് ഒരു റിവാർഡായിട്ട് കൊണ്ടു കൊടുക്കുന്ന ഒരു സമയം. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഫേസിലായിരിക്കും ഇവർ നിൽക്കുന്നത്. സോ അങ്ങനെ വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ ഫിയർലെസ് ആയിട്ട് പവർഫുള്ളായിട്ട് അതിനായിട്ട് സ്റ്റാൻഡ് എടുക്കുക. ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങളെ ഡിവൈനിൽ സറണ്ടർ ചെയ്തുകൊണ്ട് ചെയ്യുക. ഇവിടെ പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ട്വിൻ ഫ്ലെയിംസിൽ വരുന്നത് സ്പിരിച്വാലിറ്റി മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടതെന്നല്ല ആണ്. അങ്ങനെയല്ല ഈ ജേർണി പോകുന്നത്. നമ്മൾ 5D ആൻഡ് 3Dനെ, അതായത് സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ 3Dയിലുള്ള കാര്യങ്ങൾ സറണ്ടർ ചെയ്തുകൊണ്ട്, അതായത് 3rd ഡയമെൻഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് പർപ്പസ് എന്ന് പറയുന്ന ഒരു സംഭവവും ഈ ഒരു ജേർണിയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വരികയാണെങ്കിൽ ഞാൻ സ്പിരിച്വലി അവേക്കൺ ആണ്, ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട് സ്വാഭാവികമായിട്ടും വരും. അങ്ങനെയല്ല, അത് നമുക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഡിവൈനായിട്ട് കൊണ്ടുതരുന്നതാണ്. ഇത് ഡിവൈൻലി ഗൈഡഡ് ജേർണി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് എഗെയിൻ ഇവിടെ ക്ഷമയോടെ മുമ്പോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും അവെയർനെസ്സിൽ അനലൈസ് ചെയ്യുക. ഒരു എനർജി ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക. അതായത് 3Dയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ പോലും അതൊരു എനർജി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവെയർനെസ്സിൽ നിന്നുകൊണ്ട്, അതൊരു ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ആൾക്കാരുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ ആണെങ്കിലും ചെയ്തുകൊണ്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ആ എനർജീനെ ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തായിട്ട് ഡിവൈൻ മസ്കുലൈൻസിൻ്റെ കളക്റ്റീവായിട്ടുള്ള എനർജിയാണ്.
ഡിവൈൻ മസ്കുലൈൻസ് കളക്റ്റീവായിട്ട് ഒരു റിയലൈസേഷൻ്റെ ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് അവരൊരു കാർമിക് ലൂപ്പിലാണെങ്കിൽ, കാർമിക് കണക്ഷൻസിലാണെങ്കിൽ ഫിയർഫുള്ളായിട്ട് ഈ ഒരു കണക്ഷനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മസ്കുലൈൻ എനർജിയൊക്കെയും ഈ ഒരു കണക്ഷൻ്റെ ഒരു ഡെപ്തിനെ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. എഗെയിൻ അത് ഇനീഷ്യൽ സ്റ്റേജിൽ, അതായത് ഒരു ഡാർക്ക് നൈറ്റിലൂടെ കടന്നു പോകുന്ന ഡിവൈൻ മസ്കുലൈൻസ് ഉണ്ട്. അവർക്ക് ആങ്സൈറ്റി ഇഷ്യൂസ്, ഡിപ്രഷൻസ് ഒക്കെ വന്നിട്ട് പെട്ടെന്ന് ഒരു കോളോ മെസ്സേജോ വരുന്നുണ്ടെങ്കിൽ 3Dയിൽ ഒത്തിരി എനർജി കൊടുക്കരുത്. ഇൻ ദ സെൻസ് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ നിൽക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക, സെൽഫ് ലവിൽ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഒരു ഡിവൈൻ ഫെമിനൈൻ അങ്ങനെ ഹെൽപ്പ് ചെയ്യണം അവരിൽ നിന്ന് ഒരു കോണ്ടാക്റ്റ് വരുന്നുണ്ടെങ്കിൽ. അല്ലാതെ ഈ ജേർണിയാണ്, ഇങ്ങനെയാണ്, ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ചെയ്യരുത്. അടുത്തായിട്ട് കളക്റ്റീവിൽ പറയുമ്പോൾ കാർമിക് ലൂപ്പിലുള്ള, അതായത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡിവൈൻ ഫെമിനൈൻ്റെ മസ്കുലൈൻ എനർജി, അവരാണ് ശരിക്കും ഒരു റിയലൈസേഷനിലേക്ക് വന്നിരിക്കുന്നത്. ശരിക്കും ഈ ജേർണീനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ എനർജി എവിടെയൊക്കെ ലീക്ക് ചെയ്യുന്നുണ്ടോ അതിനെയൊക്കെയും ഒരു ബോർഡർ വെച്ചിട്ട് സെൽഫ് ലവിലേക്ക്, സെൽഫ് റിയലൈസേഷനിലേക്ക്, ഫൊർഗീവ്നെസ്സിൻ്റെ എനർജിയിലേക്കൊക്കെ വരാനായിട്ട് ശ്രമിക്കുന്നു. ഗ്രൗണ്ടിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അവരുടെ എനർജീസിനെ. അതല്ലാതെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ ആയിരിക്കണം, ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അവർ ചെയ്യേണ്ട റോൾ എന്താണ്, അതായത് ഈ ജേർണിയിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ റോൾ എന്താണെന്നുള്ള ഒരു സെർച്ചിലാണ് ഈ മസ്കുലൈൻ എനർജിയും. പിന്നെ വളരെ കുറച്ച് ഫെമിനൈൻ എനർജീസിന് മാത്രം മേ ബി ഒരു 1% തൊട്ട് 1.5% വരെ ആയിരിക്കാം അവർക്കൊരു യൂണിയൻ്റെ സമയമാണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരു മിനി യൂണിയൻ്റെ സമയമാണ്. അതായത് ഒരു കോൾ വരാം, മെസ്സേജ് വരാം, കാണണമെന്ന് പറയാം, മേ ബി കാണാൻ വരാം പെട്ടെന്നൊരു ദിവസം, കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളെ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെയൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. അവരുടെ ആ ഒരു ഹാർട്ട് ചക്ര ഓപ്പൺ ചെയ്യുക, അതായത് അവർ ആ ഒരു ഇമോഷൻസിനെ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ചെയ്ത് ഇതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയം, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത പോലെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയം. ചെയ്തതുപോലെ എന്ന് പറയാനുള്ള കാരണം ഇവിടെ ഫെമിനൈൻ എനർജിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് ഫുള്ളി ഹീൽഡ് അല്ല. അതുകൊണ്ട് തന്നെ മസ്കുലൈൻ എനർജിയും ഫുള്ളി ഹീൽഡ് അല്ല. സോ ഇതൊരു അവേക്കനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡിവൈൻ്റെ പ്ലാനിൻ്റെ അനുസരിച്ച് ഒരു യൂണിയൻ നടക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. ഇതിൽ വരുന്ന ഇൻസെക്യൂരിറ്റീസ് എല്ലാം പിന്നെയും ഫെമിനൈൻ എനർജി ഹീൽ ചെയ്യേണ്ടതാണ്, അത് സർഫേസിൽ കൊണ്ടുവരാനായിട്ടാണ്. എന്ന് വെച്ച് അങ്ങനെ ഒരു യൂണിയൻ നടക്കുമ്പോൾ അതിനെ പേടിയോടെ ഒരിക്കലും കാണരുത്. അതിനെ ഡിവൈൻ്റെ ഗിഫ്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യുക ആൻഡ് ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ളതാണ് നമുക്ക് ഈ ജേർണിയിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇത്രയുമാണ് എനർജി അപ്ഡേറ്റ്സ് പറഞ്ഞ് തരാനായിട്ടുള്ളത്. അപ്പോൾ റെസിനേറ്റ് ആയെന്ന് വിശ്വസിക്കുന്നു. പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിന്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് റെക്കോർഡ് റീഡിങ്ങിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.